പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. പലപ്പോഴും വിശ്വാസം അതിൽ തന്നെ വളരുന്നുവെന്ന് കരുതുന്ന നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ ആരാധനാക്രമങ്ങളിലുള്ള വിശ്വാസ ആഘോഷങ്ങളിലും മുഴുകിക്കൊണ്ട് ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെന്ന് ധരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ തങ്ങളുടെ തന്നെ സ്വാർത്ഥതയിലും തങ്ങളുടെ തന്നെ കുടുംബത്തോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലും മാത്രം വ്യാപൃതരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നുവെന്ന മിഥ്യാബോധത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തിപരമായി വിശ്വാസത്തിലേക്ക് കടന്നു വരികയും വിശ്വാസം ആവശ്യപ്പെട്ട അനുസരണം യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായ ഒരു പ്രിയപ്പെട്ട സഹോദരനെയാണ് ഇന്നേ ദിവസം നമ്മൾ നിത്യജീവന്റെ പാതയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സെബു എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരിയിൽ താമസിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ കാണുവാനും ശ്രവിക്കുവാനുമായി തൈക്കാട്ടുശ്ശേരിയിലേക്ക് പോകാം. തിരുവചനത്തിന്റെ സ്നേഹം അനാഥരിലേക്കും അഗതികളിലേക്കും പകരുന്ന ഒരു ജീവിതമാണ് തൃശൂർ തൈക്കാട്ടുശ്ശേരിയിലുള്ള സെബുവിൻ്റേത്. യുവത്വത്തിൽ ഒരു ധ്യാനത്തിൽ ലഭിച്ച വചനവിരുന്നിന്റെ അനുഭവം ഇന്ന് പൊതിച്ചോറുകളായി സമീപത്തെ അഗതി മന്ദിരങ്ങളിലേക്കും തെരുവോരങ്ങളിലേക്കും ഇദ്ദേഹം വിളമ്പുന്നു. കൂട്ടായ്മയുടെ കരുത്തിൽ, പ്രാർത്ഥനയുടെ പിൻബലത്തിൽ, അനേകരുടെ പങ്കുവയ്ക്കലുകൾ വഴി ഈ വലിയ ശുശ്രൂഷയ്ക്ക് ഇദ്ദേഹം നേതൃത്വം നൽകുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഇദ്ദേഹം തൃശൂരും തേക്കിൻകാട് മൈതാനത്തിലും പരിസരങ്ങളിലും ഒറ്റപ്പെട്ടുപോയ ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചം നൽകുവാൻ സഞ്ചരിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ ശുശ്രൂഷ ചെയ്തും അനേകരിലേക്ക് വചനദീപം പകർന്നും ഈ സുവിശേഷ വേലക്കാരൻ നമ്മുടെ നാഥന്റെ വയലേലകളിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ദൈവത്തിന് നന്ദി. സെബു ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ മദ്യപാനത്തിലും വഴിവിട്ട ജീവിതത്തിലൂടെ നടന്ന് നീങ്ങിയവനാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സിസ്റ്റർ ധ്യാനം കൂടുവാൻ, കൊളുത്തുവയലിൽ ധ്യാനം കൂടുവാൻ വേണ്ടി ഒരു ടോക്കണുമായി എൻ്റെ അരികിലേക്ക് കടന്നു വരികയാണുണ്ടായി. അങ്ങനെ ആ ടോക്കണും വാങ്ങി എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സഹോദരനെയും കൂട്ടി ഞാൻ കൊളുത്തുവയലിലേക്ക് ധ്യാനത്തിൽ പോവുകയാണ് ഉണ്ടായത്. ആ ധ്യാനത്തിൽ പ്രവേശിച്ച് ധ്യാനത്തിലൂടെ ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനും സാധിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോരാ, ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ പ്രകടമാക്കാൻ എന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ധ്യാനം കൂടുന്നതിന് മുമ്പുള്ള കുടുംബ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന്? എൻ്റെ കുടുംബത്തിലെ അപ്പനും അമ്മയും 7 മക്കളുമാണ് ഞങ്ങൾ. 5 ആണും 2 പെണ്ണും. അപ്പൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലായ്മ. അങ്ങനെ ആ ജീവിതത്തിൽ പഷ്ണി മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു വലിയൊരു മുതൽക്കൂട്ട് ആ സമയത്തുണ്ടായിരുന്നത്. പല നിമിഷങ്ങളിലും അന്ന് ഞാൻ മരിക്കാൻ പോലും തയ്യാറായവനാ. ആ ജീവിതത്തിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ കുറേ പഠിക്കാനായിട്ട് സ്കൂളിൽ പോയെങ്കിലും ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ സ്കൂളിലേക്ക് രാവിലെ സ്കൂളിലേക്ക് ചെല്ലും. സ്കൂളിലേക്ക് ചെന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ചോറ് കൊണ്ടുപോകില്ല. ആ ചോറ് ഞാൻ ഉണ്ണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് തലേ ദിവസം എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നതാണ് കാണാറ്. ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ അങ്ങനെ വീണ്ടും ആ പുസ്തകം എടുത്ത് വീണ്ടും സ്കൂളിലേക്ക് നടന്നു പോവും. തിരിച്ചു വന്ന് രാത്രിയാകുമ്പോഴാണ് അപ്പൻ വരുന്നതും കാത്ത് നോക്കിയിരിക്കും. ഇതായിരുന്നു എൻ്റെ മുന്നത്തെ ജീവിതത്തിലേക്കുള്ള അവസ്ഥ. അങ്ങനെ പിന്നെ ഇവിടെ എത്ര വരെ പഠിച്ചു? അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായി? ഞാൻ 10ാം ക്ലാസ് വരെ എങ്ങനെയോ എത്തി. അവിടെ നിന്ന് ഗോൾഡ് കവറിങ്ങിൻ്റെ പണി പഠിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ഗോൾഡ് കവറിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആളുടെ കൂടെ ജോലി പഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കണ്ണൂർ ശ്രീകണ്ഠാപുരം എന്ന പ്രദേശത്തേക്ക് എത്തിപ്പെട്ടു. അവിടെ ആയിരിക്കുമ്പോഴാണ്
ധ്യാനത്തിന് പ്രവേശിക്കാനും കുളത്തോയിലേക്ക് ധ്യാനത്തിന് അവിടെ പ്രവേശിക്കാനും ചെന്നപ്പോഴാണ് ഈ മദ്യപാനവും കൂട്ടുകെട്ടും ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. കൂടുതലും ഇവിടെ ചെറിയ തോതിലുണ്ടെങ്കിലും കൂടുതൽ കിട്ടിയത് അവിടെ ചെന്നപ്പോഴാണ്. അവിടെ നിന്നാണ് ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് ധ്യാനത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനും ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. അതിനുശേഷം പിന്നെ ഇതെങ്ങനെ തുടങ്ങി, ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ശ്രീകണ്ഠാപുരത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. മെലിക്കുന്ന് ആശ്രമത്തിലുള്ള ഒരു സിസ്റ്റർ കണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ സ്വാഗതം ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ ആ അപ്പന്മാരുടെ അവസ്ഥകൾ കണ്ടപ്പോൾ എനിക്ക് ഞാനൊന്നുമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് ലഭിച്ചത്. അന്ന് എൻ്റെ മനസ്സിൽ അന്നത്തെ ഒരു അനുഭവം എന്ന് പറയാനായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ 2 കാലും 2 കൈയും ഇതേ പൊസിഷനിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വായ കൊണ്ട് ഇങ്ങനെ അനക്കാൻ മാത്രം പറ്റുന്ന ഒരു സഹോദരൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ സഹോദരനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരനെയും എടുത്ത് ഞാനും സിസ്റ്ററും കൂടി ആ കുളിമുറിയിലെ ഉള്ളിലേക്ക് അവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴും ഈ കാല് ഇതേപോലെ തന്നെ കാലും ഒട്ടിപ്പിടിച്ച് കൈ ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു സഹോദരൻ. കുളിപ്പിച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചപ്പോൾ ആ സഹോദരൻ ഒരു നമ്മൾ എന്താണെന്നറിയില്ല ആ ഒരു നോട്ടം അത് എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചൊരു നോട്ടമായിരുന്നു. ആ നോട്ടത്തിലൂടെ എനിക്ക് തോന്നി ഞാൻ ഒന്നുമല്ല, ദൈവം എനിക്കെല്ലാം തന്നിട്ട് കൈയും കാലും ശരീരം ഒക്കെ തന്നിട്ട് ഞാൻ മദ്യത്തിനും എൻ്റെ സുഖത്തിനും കിടന്ന് നടന്നപ്പോൾ ഞാൻ ഒന്നുമല്ലാത്തവനെ പോലെയായി. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ കുളിപ്പിച്ച് ഞങ്ങൾ ബെഡിലേക്ക് കിടത്തിയപ്പോൾ ആ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കൈ കൊണ്ട് എന്നെ മാറോട് ചേർത്ത് പിടിച്ച് ആ കവളത്ത് ഉമ്മം വെച്ചിട്ട് ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് കുളിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, എനിക്ക് കുളിക്കാൻ സാധിച്ചു. ആ അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ആ അനുഭവത്തിലൂടെ ഞാൻ പിന്നെ എൻ്റെ ശുശ്രൂഷ മുഴുവൻ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. ആ ശുശ്രൂഷയിലൂടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ജീവിത പങ്കാളിയെ കണ്ടെത്തി. ജീവിത പങ്കാളിയുടെ പേര് സുമി എന്നാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കണ്ണൂർ തന്നെയായിരുന്നു ഞങ്ങളുടെ താമസം. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്ന് ആരുമില്ലാത്തൊരു ചിന്ത കാഴ്ചപ്പാട്. ഞാൻ ജോലിക്ക് പോയി, അവൾ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഞങ്ങൾ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. തൃശ്ശൂർ വന്ന് ഞാൻ പെയിന്റ് പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെയിന്റ് പണിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും ഈ തുടിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫാദർ വർഗീസ് കരിപ്പീരി അച്ഛനായിട്ട് കണ്ടുമുട്ടാനായിട്ട് ഇട വന്നത്. അങ്ങനെ അച്ഛൻ്റെ ആ ശുശ്രൂഷ രീതിയിലേക്ക്, ആ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ പിന്നെയും കൂടുതൽ ദൈവസ്നേഹത്തിലൂടെ അന്ന് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ പൂരപ്പറമ്പ് ശുശ്രൂഷയാണ് അച്ഛൻ്റെ മെയിൻ എന്ന് പറയാം. അച്ഛൻ്റെ മെയിൻ അതല്ല, സാരഥിയാണ്. സാരഥി എന്ന് പറഞ്ഞാൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒന്ന് വെച്ചാൽ ഓട്ടോ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയാ ആ ഒരു കാഴ്ചപ്പാടിലൂടെയല്ല കാണുന്നത്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നുമല്ലാത്തവനെ പോലെയാണ് എല്ലാവരും, വിലയില്ലാത്തവനെ പോലെയാണ് അതിനെ കാണുന്നത്. അവനെ സമൂഹത്തിൽ ഒരു നല്ലൊരു പദവിയിലുള്ള ആൾക്കാരാണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കുകയും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്ര വലുതാണെന്ന് അവരിലേക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛൻ്റെ പ്രവർത്തനം. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിലും മറ്റു ഡ്രൈവർമാരുടെ ഇടയിലും സ്നേഹക്കൂട്ടായ്മ രൂപീകരിക്കുന്ന സാരഥി എന്ന സ്നേഹക്കൂട്ടായ്മയുടെ കീഴിൽ അനേകം പ്രവർത്തനങ്ങളും ഇവർ ചെയ്തു വരുന്നു. ഈ കൂട്ടായ്മയുടെ സ്ഥാപകനും മാർഗദർശിയുമായ ഫാദർ വർഗീസ് കരിപ്പേലി അച്ഛൻ
ഈ ശുശ്രൂഷയെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയിൽ നിന്ന് ഞാൻ എന്ത് കൊടുക്കും എന്ന ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത്. ജോലിക്ക് കൂലി എന്ന ചിന്തയിൽ നിന്ന് സേവനത്തിന് ആത്മസംതൃപ്തി എന്ന ചിന്തയിലേക്ക് മനുഷ്യർ വരുമ്പോൾ അവിടെ സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഈ മനോഹരമായ ജീവിതശൈലിയാണ് സെബുവിൻ്റെയും സുഹൃത്തുക്കളുടെയും ആകെ തുക. ഒരു ഓട്ടോ ഡ്രൈവർ എന്തുമാത്രം നന്മ തനിക്ക് സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ വളരെ മനോഹരമായ പല കാര്യങ്ങളും സംഭവിച്ചു. വേദനിക്കുന്ന മക്കളുടെ കണ്ണീരൊപ്പുക തൻ്റെ ജീവിത ദൗത്യമാണ് എന്ന് ചിന്തിച്ച ഡ്രൈവർ സുഹൃത്തായ സെബു തന്നാലാവുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു കൊച്ചു പൊതിച്ചോറുമായി ഇറങ്ങിപ്പുറപ്പെട്ടു. അതൊരു വലിയ സംരംഭമായി തീർന്നു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹം വാർത്തെടുക്കുവാൻ തൊഴിലാളികളും ഡ്രൈവർമാരും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് സെബുവിൻ്റെയും സുഹൃത്തുക്കളുടെയും ജീവിതം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ സേവനപാതയിലൂടെ മുന്നേറുകയും ആത്മസംതൃപ്തി അനുഭവിക്കുകയും ചെയ്യാം. ഇത് ഈ പൂരപർമ്മ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നാട് വിട്ടു വരുന്നവര്, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും അല്ലാത്തവനെ പോലെ ആകുമ്പോഴേ ഇറങ്ങി പോരുന്നത്, മരിക്കാൻ വരുന്നവര്, ഇങ്ങനെയുള്ളവരൊക്കെ പൂരപ്പറമ്പിൽ വന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ പറമ്പിലാണ് ഇവരൊക്കെ വന്നിരിക്കുക. അപ്പോൾ അവിടെ കടന്നു ചെന്ന് അവർക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പഴവും ഒരു കുപ്പി വെള്ളവുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ച് അവരെ കാണുമ്പോൾ തന്നെ നിരാശപ്പെട്ടവരെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരരികിൽ ചെന്നിരുന്ന് ആദ്യം അവനും ഞാനും ഒന്നാവുന്നത് പോലെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അവന് കുടിക്കാൻ ആദ്യം വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു പഴം അവന് കൊടുക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഏതൊരുവനായാലും അവൻ്റെ അനുഭവം നമ്മളോട് പറയും. പറയാൻ വേണ്ടിയിട്ട് ചെവി തരാത്ത ഒരു അവസ്ഥയിലാണ് ഒറ്റപ്പെടുന്നത് വരിക. എന്നെ പങ്കുവയ്ക്കാൻ, എൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ ആരുമില്ലാതാവുമ്പോഴാണ് ഒറ്റപ്പെടുക. ആ മകനെ നമ്മൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾ കൊടുക്കും. ആ കാതുകൾ കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ വേദനകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവനൊരു ആശ്വാസമാവും. അങ്ങനെ അവനെ ഏത് സാഹചര്യത്തിലേക്കാണോ നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ സാഹചര്യത്തിലൂടെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്താ ചെയ്യുന്നത് തിരിച്ചു കൊണ്ടുവരാനായിട്ട്? ഒന്നെങ്കിൽ ധ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ വീടുമായി പ്രശ്നങ്ങളാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവരെ രമ്യതപ്പെടുത്തും. ജോലിയാണെങ്കിൽ അവന് നമ്മളെ കൊണ്ട് ഏതെങ്കിലും നമ്മളെ പോലെയുള്ള സഹോദരന്മാരെ കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞത് ഇങ്ങനൊരു സഹോദരൻ അവനെ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് അവനെ ജോലി കൊടുപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ശുശ്രൂഷ. എൻ്റെ തൊഴിൽ ഓട്ടോറിക്ഷ ഓടിക്കലാണ് എൻ്റെ തൊഴിൽ. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഓട്ടോക്കെ ചെറിയൊരു മോശമായ ഓട്ടോ അവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മച്ചി കടന്നു വന്ന് എന്നോട് ചോദിച്ചു, എനിക്ക് ചോറുണ്ണാനൊരു കാശ് തരുമോ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അപ്പോൾ തന്നെ രണ്ടാൾക്കാർ എൻ്റെ വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറയുന്നുണ്ട്, നേരെ വരെ ഒരു ഓട്ടോ ഓടിയിട്ട് പോലും ഇല്ല, എന്നിട്ടാണ് ചോറ് മേടിക്കുക കാശ് തരുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ രണ്ടുപേരും വണ്ടിയിൽ കയറി. ഞാൻ ഇവരെ കൊണ്ടുപോകുന്ന നേരത്ത് ഈ അമ്മച്ചി പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ഞാൻ അങ്ങനെ തന്നെ അപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇവരെ കൊണ്ടുനിറക്കി തിരിച്ചു വരുമ്പോൾ ഈ അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അമ്മച്ചീനെ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തിരിക്കും എന്ന്.
ഞാൻ അവിടെ അവരെ കൊണ്ടുവന്ന് ഇറക്കി ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ കാത്തു നിൽക്കുന്ന പോലെ അമ്മച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയെ ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കഴിച്ച് അമ്മച്ചി പുറത്തേക്ക് കടന്ന് ഞാൻ പൈസ കൊടുക്കാനായിട്ട് കൗണ്ടറിൽ പോയി പൈസ കൊടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് ഈ അമ്മച്ചിയെ നോക്കുമ്പോൾ ഈ അമ്മച്ചിയെ കാണുന്നില്ല. ഞാൻ ആ ദേശത്ത് മുഴുവൻ ഒരുവിധ സ്ഥലത്തൊക്കെ ഞാൻ പോയി തപ്പി നോക്കി, ഈ അമ്മച്ചിയെ ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇതുപോലെ തെരുവിലൂടെ വേദനിച്ച് ഭക്ഷണമില്ലാതെ അലഞ്ഞ് വേദനിച്ച് നടക്കുന്നവരെ അരികിലേക്ക് ഒരു ആശ്വാസം എന്ന അർത്ഥത്തിൽ ഒരു പൊതി ചോറുമായി എനിക്ക് കടന്നുകൂടാ. ആ ഒരു കാഴ്ചപ്പാടാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് ഉണ്ടായ സാഹചര്യം. അങ്ങനെ എന്നിട്ട് പിന്നെ അത് എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി? എന്നിട്ട് അത് ഞാൻ ഈ തെരുവിലേക്ക് ചോറും എടുത്ത് തെരുവിലേക്ക് പോയി. വീട്ടിൽ വേവിക്കുവോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കുവോ? അല്ല, അന്ന് എനിക്ക് കിട്ടിയ ആശയം, ഞാൻ എൻ്റെ ഭവനത്തിൽ മാത്രം ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ ഞാൻ മാത്രമാണ് ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശുശ്രൂഷ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ കണക്കൂട്ടിയത് ഇങ്ങനെയാണ്, എൻ്റെ സഹോദരർ, ആ ഓട്ടോ തൊഴിലാളികൾ, ഓട്ടോറിക്ഷയിലിരിക്കുന്ന മക്കൾ, അവിടെ ഇരിക്കുന്നവരെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഓരോ പൊതി ചോറ് വാങ്ങി നമുക്ക് തെരുവിൽ കൊടുക്കണം. അതുപോലെയാണ് എനിക്ക് ആ കാഴ്ചപ്പാട് വന്നപ്പോൾ ഞാൻ ആ പേട്ടയിൽ നിൽക്കുന്ന മക്കളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഓരോ പൊതി ചോറ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തെരുവിലെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അമ്മച്ചിമാർക്കോ അപ്പച്ചന്മാർക്കോ മക്കൾക്കോ കൊടുത്താലോ എന്ന് ഞാനൊരാശയം പറഞ്ഞപ്പോഴേ അവിടെയുള്ളവരെല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു ചെയ്യാമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് 10 പൊതിയാണ് ഞാൻ ആകെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. 18 പൊതി ചോറ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ആകെ 4ഓ 5ഓ വ്യക്തികളോട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവിടെ സംഭവിച്ചത് 18 പൊതി ചോറാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ സംഭവം അന്ന് ഞാൻ തലൂരാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. തലൂര് താമസിക്കുമ്പോൾ സ്റ്റാർസൺ കള്ളിക്കാടൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. ആ അച്ഛനോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശുശ്രൂഷ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനടി എന്നോട് പറയുകയാണ്, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ എന്നെ വിളിച്ചിട്ടേ പോവാൻ പാടുള്ളൂ എന്ന്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ ഞാൻ ഇറങ്ങണം നേരമായപ്പോഴും അച്ഛനെ ഞാൻ വിളിക്കുകയാണ്, അച്ഛാ എവിടെയാണ്? അപ്പോൾ അച്ഛൻ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു, പോവരുത്, ഞാൻ വന്നിട്ടേ പോവാൻ പാടുള്ളൂ എന്ന്. അച്ഛൻ അവിടെ നിന്ന് തന്നെ ഉടനടി ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓടി വന്ന് ആ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് ആ ഭക്ഷണത്തെ ആശീർവദിച്ച് ഞങ്ങളെ ശുശ്രൂഷയിലേക്ക് പറഞ്ഞു. അന്ന് 18 പൊതി ചോറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 600 പൊതി ചോറിൽ എത്തി നിൽക്കുകയാണ്. തെരുവിലെ മക്കൾക്ക് മാത്രമാണ് ഇപ്പൊ കൊടുക്കുന്നത്? തെരുവിൽ മക്കൾ മാത്രമല്ല, 11 അഗതി മന്ദിരങ്ങളിലേക്കും കൂടി ഭക്ഷണം ഞങ്ങൾ എത്തിക്കുന്നത്. അത് എല്ലാ ദിവസവും കൊടുക്കും? എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾ ഈ ഭക്ഷണ പൊതി അവിടെ എത്തുന്നു. അതുകൂടാതെ ചില ഭവനങ്ങളിൽ അവർക്ക് തന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോഴെന്തെങ്കിലും അവരുടെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ബാക്കിയുള്ള ഏത് ദിവസം വേണമെങ്കിലും അവർക്ക് അതിന് അവസരം ഒരുക്കി കൊടുക്കും. അത് അവരുടെ കൂടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ 10 മക്കളുണ്ട്. ഈ 10 സഹോദരരും ഈ കൂട്ടായ്മ അന്ന് തുടങ്ങിയെങ്കിലും ഈ കൂട്ടായ്മയിലുള്ള 10 പേരും ഭയങ്കര ശക്തമായി തന്നെയാണ് ഒരുമിച്ച്. ഞങ്ങളുടെ ശുശ്രൂഷ ഇങ്ങനെയാണ്, ചോറ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നന്നായി ശക്തമായി പ്രാർത്ഥിക്കും. ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങും. ഈ ചോറുംപൊതി വാങ്ങി എല്ലാവിടെ നിന്നും വാങ്ങി ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ എല്ലാ ചോറുംപൊതി കൊണ്ടുവന്ന് എത്തിക്കും. ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ ഈ ചോറുംപൊതി കൊണ്ടുപോകുന്ന എല്ലാവരും ഒന്നിച്ച് നിന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞും ഈ പ്രവേശിക്കുന്നവർക്കും തന്നവർക്കും ചോറ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ ചോറുംപൊതി എടുത്ത് എല്ലാവരും ഈ അഗതി മന്ദിരങ്ങളിലേക്ക് പോകും.
ഈ ചോറ് കൊടുത്തതിന് ശേഷവും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്ന് ഇതിന് ഞങ്ങളെ കരുകളാക്കിയതിനും ഞങ്ങൾക്ക് ഈ അവസരം തന്ന നല്ലവനായ തമ്പുരാനോടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നു. വിശക്കുന്നവർക്ക് മുൻപിൽ സുവിശേഷം അപ്പമാകുന്ന ശുശ്രൂഷയാണ് ഇവർ നിർവഹിക്കുന്നത്. സമീപത്തെ വീടുകളിൽ നിന്ന് പൊതിച്ചോറുകളുമായി ഇവർ ഒരു വീട്ടിൽ ഒത്തുകൂടുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സന്തോഷം പങ്കുവെച്ച് ഇവർ സമീപങ്ങളിലെ അഗ്നിമന്ദിരങ്ങളിലേക്ക് യാത്രയാകുന്നു. ഈ പൊതിച്ചോറുകളിൽ നിറയെ സ്നേഹവും ശുശ്രൂഷയും നിറച്ചുവെച്ച് ഇവർക്ക് വിളമ്പുന്നു. തങ്ങളുടെ വീടുകളിൽ നിന്ന് കുടുംബസമേതം വലിയ തീഷ്ണതയോടെ ഇവർ ഇത് നിർവഹിക്കുന്നു. ഇവരുടെ ഈ ശുശ്രൂഷകൾ അനേകം അഗ്നിമന്ദിരങ്ങൾക്ക് താങ്ങും തണലുമാകുന്നു. പരിശുദ്ധ ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഈ സ്നേഹകൂട്ടായ്മയിൽ വരുവാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സെബുചേട്ടൻ്റെയും കുഞ്ഞുവരുതപ്പച്ചൻ്റെയും ഈ ശുശ്രൂഷ കണ്ട് അതിലാകർഷണം തോന്നിയാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നത്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. പാവപ്പെട്ടവരിലും വേദനിക്കുന്നവരിലുമെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും വചനത്തിൽ വേരൂന്നി വളരുവാനും എനിക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഈ ചോറുംപൊടി ഷെബുവിൻ്റെ കൂടെ ഒരു ആശ്രമത്തിലേക്ക് പോകാൻ ഇടവന്നു. എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും ഒരാഴ്ച ഞാൻ അവൻ്റെ കൂടെ പോയപ്പോൾ അവിടെയുള്ള അമ്മമാരുമായി സ്നേഹം പങ്കുവെച്ചപ്പോൾ പിന്നെ ഈ ജോലി തുടരണമെന്ന് മനസ്സിലാഗ്രഹിച്ചു. അങ്ങനെ ജോലി തുടർന്ന് അന്ന് ഒരു ആശ്രമം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ആഴ്ചയിൽ 2 ആയി മാറി. പിന്നെ ഇപ്പോൾ ആശ്രമങ്ങളുടെ എണ്ണം കൂടി ചെറുപോലെ എണ്ണം കൂടി. ഇപ്പോൾ കുടുംബങ്ങളുടെ ഐക്യവും കുടുംബങ്ങളുടെ വിശ്വാസമാണ് ഈ ചോറിന് ഇപ്പോൾ 500 പൊതി ചോറ് കിട്ടുവാനും 12 സ്ഥലത്ത് ഈ ആഹാരം പൊതി എത്തിക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം ചെയ്തിരുന്നു. ഹോസ്പിറ്റലിൽ മക്കളുടെ അരികിൽ പോയി ചെന്ന് നിന്ന് അവർക്ക് എന്താണ് വേണ്ടത്, ഒരു സഹോദരനെയാണോ വേണ്ടത്, സഹോദരനായി നിന്നു. അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാനാണോ, അത് ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലകളിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇപ്പോഴ് അതെങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്? അന്ന് ഞാൻ പെയിന്റ് പണിക്കാണ് പോയിരുന്നത്. പെയിന്റ് പണി കഴിഞ്ഞാൽ ഉടനടി ഞാൻ ആശുപത്രിയിലേക്ക് പോവാ. വീട്ടിലേക്കല്ല ഓടുക, ആശുപത്രിയിലേക്കാണ് ഓടുക. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. കൊച്ചുങ്ങളുണ്ട്, ഭാര്യയും 2 കുഞ്ഞുമക്കളും. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന റോസും LKG പഠിക്കുന്ന ആഗന റോസും. കൊച്ചുങ്ങളായിരിക്കും. അന്ന് ഒരു കൊച്ച ഉണ്ടായിരുന്നുള്ളൂ, 2ാമത്തെ കൊച്ചുണ്ടായിരുന്നില്ല. ആ ഒരു കൊച്ചിന് ചെറിയ കൊച്ചുങ്ങളായിരുന്നു അന്ന് ഭാര്യയും. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ജോലി കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഓടുക. അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാറ്. അവിടെ വെച്ച് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തങ്ങി നിൽക്കുന്ന ഓർമ്മകളുണ്ടോ? അവിടെ നിന്ന് തങ്ങി നിൽക്കുന്ന വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരൻ, ഒരു 16 വയസ്സ് അടുത്തുണ്ടാവുള്ളൂ. അന്ന് അവൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിൽ അനങ്ങാൻ പറ്റാത്തത്. അതിനു മുമ്പേ ഞാൻ ഈ പെയിന്റ് പണിയിലൂടെ പോകുമ്പോൾ പെയിന്റ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴ്ത്തു വീണു. നിലയുടെ മുകളിൽ നിന്ന് വീണ് കഴുത്തിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഞാൻ മിഷൻ ആശുപത്രിയിലേക്ക് ചെന്ന് ആശുപത്രിയിൽ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നീ ഒരു കാരണവശാലും കിടക്കയിൽ നിന്ന് എണീക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നീ നിന്റെ കഴുത്തിൽ ഇവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല, എനിക്ക് എൻ്റെ അപ്പനോട് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ നിന്റെ അപ്പനോട് അമ്മോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഉടനടി വന്നത്, ഞാൻ എൻ്റെ അപ്പനെന്ന് ഉദ്ദേശിച്ചത് കർത്താവിനെയാണ്, ധ്യാനം കൂടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ നേരെ അവിടെ നിന്ന് വന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക്, ധ്യാനം കൂടാനല്ല, ഞാൻ ഇതുമായി വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്. മെയിൻ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ട്, നീ ഉടനടി വരാൻ വേണ്ടി പറയണം.
ഞാൻ ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഡിവൈൻ അല്ല, മുരുകൂര് ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുരുകൂര് ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ പ്രവേശിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഈശോയെ കൊണ്ട് നടക്കുമ്പോൾ, അരലക്കയിലുള്ള ഈശോയെ കൊണ്ട് ജനങ്ങളുടെ അരികിലേക്ക് കടക്കുമ്പോൾ മെഴുകുതിരി പിടിക്കാനാണ് എനിക്ക് കിട്ടിയ ശുശ്രൂഷ. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കഴുത്തിലെ വേദന അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആശുപത്രിയിൽ ഈ സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവനും ഇതേ അസുഖം. ഞാൻ എൻ്റെ അനുഭവം ഈ സഹോദരനോട് പങ്കുവെച്ചപ്പോൾ സഹോദരൻ്റെ മനസ്സിൽ എന്താണോ സംഭവിച്ചതെന്ന് അറിയില്ല. സഹോദരൻ്റെ മനസ്സിൽ എനിക്കും ഈശോയെ കാണണം എന്നുള്ള ആ ഒരു ദാഹമുണ്ടായപ്പോൾ തന്നെ അവനും സൗഖ്യമുണ്ടായി. അവിടെ അവൻ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് അവൻ ഓടിയത്. അത് എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവൻ എന്നെ വിളിച്ചു ഫോണിൽ കൂടെ, സഹോദര, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം കിട്ടാൻ സാധിച്ചു എന്നുള്ള ഒരു നല്ലൊരു വിളിയായിരുന്നു എനിക്ക്. അത് നല്ലൊരു അനുഭവമായി എനിക്ക് മാറിയിരുന്നു. അവിടെ എന്തൊക്കെ ചെയ്തിരുന്നു? ഇങ്ങനെ അവിടെ തുടയ്ക്കേണ്ടവരാണെങ്കിൽ തുടച്ചു, ഭക്ഷണം കൊടുക്കേണ്ടവരെ ഭക്ഷണം കൊടുത്തു, സംസാരിക്കാനായിട്ടിരിക്കാനാണെങ്കിൽ സംസാരിക്കാനിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആശുപത്രിയിൽ. വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ആരുമില്ലാതെ. അവിടെ എത്ര പേരൊക്കെ കാണുവാൻ സാധാരണഗതി? അവിടെ അന്ന് ഒരു 10-25 മക്കളോളം അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ശുശ്രൂഷിക്കും. അവരെ എല്ലാവരെയും എത്താൻ എന്നും പറ്റില്ല. ഇങ്ങനെ നടക്കുമ്പോൾ ആർക്കാണോ ആവശ്യം അവിടെ എത്തുമായിരുന്നു. ഈ പങ്കുവയ്ക്കൽ തീർച്ചയായിട്ടും ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് തിരിയുവാൻ അനേക വിശ്വാസികൾക്കിടയാക്കും. ഷാലോമിനോട് ഇത്രയും നേരം സഹകരിച്ച സബുവിനെ ഞാൻ അഗൈതമായി തങ്കച്ചനോട് നന്ദി പറയുന്നു. കുടുംബ പ്രാർത്ഥനയുടെ കരുത്തും സ്നേഹവും ഈ ശുശ്രൂഷകനും കുടുംബത്തിനും കരുത്താകുന്നു. ജപമാല പ്രാർത്ഥനയുടെ മഹത്വം വഴി ശുശ്രൂഷയ്ക്കു വേണ്ട കരുത്തും ഊർജവും ഇവർ നേടുന്നു. കൂട്ടായ്മയുടെ സ്നേഹം ഇവരെ ഈ കർത്താവിന്റെ വയലിൽ ഒന്നിപ്പിക്കുന്നു. നമ്മുടെ നാഥനോടുള്ള സ്നേഹം അതൊന്നു മാത്രം ഇവരെ ഒന്നിപ്പിക്കുന്നു. വചനത്തിനു വേണ്ടിയുള്ള ആത്മാക്കളുടെ ദാഹം ഇവർ ഇവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. സുവിശേഷം സ്നേഹമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾ സമൂഹത്തിൽ നന്മയുടെ സുഗന്ധം പരത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്റെ അവസാന വാക്കിനു മുൻപിൽ, അവന്റെ കുരിശിനു മുൻപിൽ പ്രണാമം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു,